സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. അഖിൽ ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്വർണകാന്ത് ശർമ്മയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹർജി കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യം കൊണ്ട് അവരെ അയോഗ്യരാക്കുകയാണെങ്കിൽ നിരവധി ജഡ്ജിമാർ അത്തരത്തിൽ ചെയ്യേണ്ടി വരുമെന്നാണ് കേസ് അന്വേഷിക്കുന്ന CBIയുടെ വാദം. അതൊന്നും രാഷ്ട്രീയമായ പങ്കെടുക്കലുകൾ അല്ല എന്നാണ് ഇവരുടെ പക്ഷം. നിയമവിഷയങ്ങളും അവയുടെ പരിഷ്കരണവുമൊക്കെ ചർച്ചയാവുന്ന വേദികളിൽ ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യം ഒരു സാധാരണ സംഗതിയായാണ് ABAPയുടെ നേതാക്കളും കാണുന്നത്. എല്ലാ സംഘടനകളുടെയും നിയമവിഭാഗങ്ങളുടെ പരിപാടിക്ക് എല്ലാവരും പോകാറുണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത്. ബാറും ബെഞ്ചും ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളെപ്പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ന്യായവും ഇവർ പറഞ്ഞു വയ്ക്കുന്നു. 1992 അഖിൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് അഥവാ ABAP രൂപീകരിക്കപ്പെട്ടത്. നീതിന്യായ സംവിധാനത്തിൽ ഭാരതീയ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദത്തോപൻ ഠേംഗഡി ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. നേരത്തെ പല ജഡ്ജിമാരും പ്രമുഖരായ അഭിഭാഷകരും ഈ സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. സുപ്രീം കോടതിയിലെയും വിവിധ ഹൈക്കോടതികളിലെയും ജഡ്ജിമാരായ BR ഗവായിയും NV രമണയും പ്രശാന്ത് കിഷോർ മിശ്രയും അഭയ് അസോക്കയും MR ഷായും അതാവുർ റഹ്മാൻ മസൂദിയും അഹ്ലുവാലിയയും GR സ്വാമിനാഥനും PS നരസിംഹയും ഒക്കെ ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. ചിലരൊക്കെ സർവീസിൽ ഇരുന്നപ്പോഴും പലരും റിട്ടയർമെൻറ്റിന് ശേഷവുമാണ് പരിപാടികളിൽ പങ്കെടുത്തത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു കുരുക്ഷേത്ര സർവകലാശാലയിൽ 2022 നടന്ന അഭിഭാഷക പരിഷത്തിന്റെ ദേശീയ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകൻ. കഴിഞ്ഞ വർഷം രാജസ്ഥാനിൽ നടന്ന ABAPയുടെ പരിപാടിയിൽ സംസാരിച്ചത് സുപ്രീം കോടതി ജഡ്ജി വിജയ് ബിഷ്ണോയിയും രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജി പുഷ്പേന്ദ്ര സിംഗ് ഭാട്ടിയും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഒക്കെയായിരുന്നു. ഭാരതവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിഭാഷക പരിഷത്തിന്റെ സ്റ്റേജിൽ നിന്നും കുറച്ച് മുൻപ് കേട്ട പ്രസംഗം ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് അബ്ദുൽ നസീറിൻ്റെതായിരുന്നു. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തെ ഭാരതീയവൽക്കരിക്കുക എന്നാൽ അതിൻ്റെ അടിസ്ഥാനമായി അന്ന് കേട്ടത് പൗരാണിക ഇന്ത്യയിലെ മനു, കൗടില്യ, കട്യായന, ബൃഹസ്പതി, നാരദ, പരാശര, യാജ്ഞവൽക്യ തുടങ്ങിയ നിയമവിദഗ്ധരുടെ നിയമവ്യവഹാരങ്ങളാണെന്നാണ്. അതായത് RSSന്റെ ബ്രാഹ്മണ്യ സങ്കല്പത്തിനനുസരിച്ച് ഒരു നിയമ സംവിധാനത്തിന് വേണ്ടിയാണ് ABAP പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. മതന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്കക്കാർക്കും ഭരണഘടന അനുവദിച്ച് നൽകുന്ന എല്ലാ അവകാശങ്ങളും നിർത്തലാക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. നിലവിലുള്ള ഭരണഘടന തന്നെ ഇന്ത്യൻ അല്ല എന്ന നിലപാടാണ് RSSനുള്ളത്. സ്വാതന്ത്ര്യം കിട്ടി 2 വർഷം കഴിഞ്ഞ ഉടനെ സംഘപരിവാറിന്റെ മുഖപ്രസിദ്ധീകരണമായ ഓർഗനൈസറിന്റെ 1949 നവംബർ 30 ലക്കത്തിൽ എഴുതപ്പെട്ട ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: ഭാരതത്തിന്റെ പുതിയ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ കാര്യം അതിൽ ഭാരതീയമായ ഒന്നുമില്ല എന്നതാണ്. ഇതിനു പുറമെ RSS നേതാക്കളും ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയ ആളുകളാണ്. RSS നേതാവായിരുന്ന ഗോൾവാൾക്കറും അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ സമാനമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. രാജ്യ താല്പര്യത്തിന് അനുഗുണമായ ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ 1993 ലേഖനം എഴുതിയത് RSS നേതാവായിരുന്ന രാജേന്ദ്ര സിംഗ് ആയിരുന്നു. ഭരണഘടനയിൽ നിന്നും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ ഇല്ലാതാക്കാനുള്ള പ്രത്യക്ഷമായ ശ്രമങ്ങൾ നമ്മുടെ ഭരണകൂടം തന്നെ നടത്തുന്നതിന് ഈയിടെയായി നാം സാക്ഷികളാവുന്നുണ്ട്. എന്തായാലും കെജ്രിവാളിനും കൂട്ടർക്കുമെതിരെ കോടതി അലക്ഷ്യ കേസ് ആരംഭിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ശർമ്മ. ഇപ്പോൾ BJPയും കെജ്രിവാളിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളി കൂടി ക്ഷേത്രമാണെന്ന് കോടതി വിധിക്കുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് സംസ്ഥാനത്തെ ധർ ജില്ലയിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി സരസ്വതി ക്ഷേത്രമാണ് എന്ന് വിധിച്ചിരിക്കുന്നത്. തർക്കസ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള വിധിയല്ല ഇതെന്നും സ്ഥലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളതാണ് എന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ലയും അലോക് അശ്വതിയും ചേർന്നെഴുതിയ 242 പേജുള്ള വിധിന്യായമാണ് ഇക്കാര്യം തീരുമാനമാക്കിയത്. പരാമര വംശത്തിലെ രാജഭോജുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ് ഭോജ്ശാല എന്നും അത് പറയുന്നു. സരസ്വതി ക്ഷേത്രമാണ് ഇതെന്ന സൂചനയാണ് തങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ട ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. പുരാവസ്തു വകുപ്പിനായിരിക്കും സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പ് ചുമതലയുമെങ്കിലും ഭോജ്ശാലയുടെയും സംസ്കൃത പഠന കേന്ദ്രത്തിന്റെയും ഭരണത്തിനും നടത്തിപ്പിനുമായി പുരാവസ്തു വകുപ്പും കേന്ദ്ര സർക്കാരും ചേർന്ന് തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറം
ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സരസ്വതി പ്രതിമ തിരിച്ചു കൊണ്ടുവന്ന് ബോധ്ശാലയിൽ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം ആലോചിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം വിഭാഗം ഹാജരാക്കിയ 1935 ഒരു ഓർഡർ നിയമപരമായ ഒന്നല്ലെന്നും പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം 1904 മുതൽ സംരക്ഷിത കെട്ടിടമായി നിലനിൽക്കുന്ന ഈ കെട്ടിടത്തെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളൊന്നും അത്തരത്തിലൊരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടില്ല എന്നും കോടതി കണ്ടെത്തി. തർക്കഭൂമി വഖഫാണെന്ന് കാണിക്കാൻ ഒരു രേഖയുമില്ല എന്നതും കോടതി വിധിക്ക് കാരണമായിട്ടുണ്ട്. ബുദ്ധ ജൈന വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പലതും തർക്കഭൂമിയിൽ നിന്നും കണ്ടെത്തിയിരുന്നുവെങ്കിലും കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഗൗതമ ബുദ്ധന്റെ പ്രതിമ കണ്ടെടുത്തിരുന്നുവെന്ന വാദം നിലനിൽക്കുമ്പോഴും അത്തരമൊന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന പുരാവസ്തു വകുപ്പിന്റെ വാദത്തെ അനുകൂലിക്കുകയായിരുന്നു കോടതി. അത്രയും കണ്ടെത്തിയ സരസ്വതി വിഗ്രഹവും ജൈനമതവുമായി ബന്ധപ്പെട്ട അംബികയുടെ വിഗ്രഹമാണെന്ന വാദമുണ്ടായിരുന്നുവെങ്കിലും ജൈനമതവും ഹിന്ദുമതവും വ്യത്യസ്ത വിഭാഗങ്ങളല്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയത്. ഹിന്ദു വിവാഹ നിയമം, ഹിന്ദു അനന്തരാവകാശ നിയമം എന്നിവയിലെല്ലാം ജൈനമതവും ബുദ്ധമതവും ഹിന്ദുമതത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന കാര്യവും കോടതി ഇതിനായി സ്വീകരിക്കുകയുണ്ടായി. തർക്കത്തെ തുടർന്ന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നപരിഹാര ചർച്ച നടക്കുകയും എല്ലാ ചൊവ്വാഴ്ചകളിലും ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്താനും വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനും സൗകര്യം ചെയ്തിരുന്നു. 2003 2024 മധ്യപ്രദേശ് സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഒരു സർവേക്ക് തീരുമാനിക്കുകയും അത് കെട്ടിടം അമ്പലമാണെന്ന വിധിയിലേക്ക് വഴി തുറക്കുകയുമായിരുന്നു. ഇതോടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതി റദ്ദാക്കുകയും ഹിന്ദുക്കളുടെ പ്രാർത്ഥനകൾ അനുവദിക്കുകയുമാണ് കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചരിത്രകാരിയായ ഡോക്ടർ രുചിക ശർമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പഠനങ്ങളോടെ ഈ തർക്കത്തെക്കുറിച്ചുള്ള ഇന്ത്യ സ്കാൻ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ജില്ലയിൽ 1822 ജോൺ മാൽക്കമിന്റെ നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് സർവേ പ്രകാരം രാജാ ഭോജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു കെട്ടിടത്തെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും അതിലൊന്നും കാണുന്നില്ല. എന്നു മാത്രമല്ല, ഈ കെട്ടിടത്തെക്കുറിച്ച് തകർന്നുപോയ ഒരു പള്ളി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം കിൻകെയ്ഡിന്റെ 1844 റിപ്പോർട്ടിലും ഇത് പള്ളിയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. 1909-10 കാലഘട്ടത്തിൽ പരിഭാഷപ്പെടുത്തിയ പേർഷ്യൻ എഴുത്തായ എപ്പിഗ്രാഫിയ ഇൻഡോ മുസ്ലിമിക്കയും ഈ കെട്ടിടത്തെ കുത്തുബ് കമാലിന്റെ റോസ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബോധ്ശാല എന്ന പേര് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് 1903 1902 ഏണസ്റ്റ് ബാൺസിന്റെ റിപ്പോർട്ടിലാണ് ഇതുണ്ടാകുന്നത്. രാജാ ഭോജിന്റെ മദ്രസ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. മുസ്ലിങ്ങളും ജൈന വിഭാഗവും വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് നിലവിൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.